Welcome to Plus 2 Zoology online class. Today we are continuing with this chapter Principles of Inheritance and Variation Part 3. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്രിഗർ മെൻഡലിൻ്റെ മോണോഹൈബ്രിഡ് ക്രോസും അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും ആണ്. കൂടാതെ മോണോഹൈബ്രിഡ് ക്രോസ് ഉപയോഗിച്ചുകൊണ്ടുള്ള രണ്ട് നിയമങ്ങളും പഠിച്ചു. മെൻഡൽസ് ഫസ്റ്റ് ലാ, ദാറ്റ് ഈസ് ലാ ഓഫ് ഡോമിനൻസ്, അതുപോലെ മെൻഡൽസ് സെക്കൻഡ് ലാ, അതായത് ലാ ഓഫ് സെഗ്രിഗേഷൻ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം പഠിക്കുവാനുള്ളത് ബാക്ക് ക്രോസും ടെസ്റ്റ് ക്രോസും. ബാക്ക് ക്രോസ് എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡിനെ ഏതെങ്കിലും ഒരു പേരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ബാക്ക് ക്രോസ്. ദ ക്രോസിംഗ് ഓഫ് F1 ഹൈബ്രിഡ് വിത്ത് എനി വൺ ഓഫ് ദ പേരൻറ്റ്, ഏതെങ്കിലും ഒരു പേരൻറ്റുമായിട്ട്, മെയിൽ പേരൻറ്റുമായിട്ടോ അല്ലെങ്കിൽ ഫീമെയിൽ പേരൻറ്റുമായിട്ടോ ക്രോസ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ബാക്ക് ക്രോസ്. ഈ ബാക്ക് ക്രോസിൻ്റെ ഉപയോഗം ഹോർട്ടിക്കൾച്ചറിലും അതുപോലെ തന്നെ ചില പ്ലാന്റ് നഴ്സറീസിലുമാണ്. അവിടെ നല്ല ഈൽഡ് കിട്ടുന്ന ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള വെറൈറ്റീസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി ഹൈബ്രിഡുകളെ വീണ്ടും ഏതെങ്കിലും ഒരു പേരൻറ്റുമായിട്ട് ക്രോസ് ചെയ്ത് അഡ്വാൻസ്ഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള പ്ലാന്റ്സിനെ ബ്രീഡ് ചെയ്തെടുക്കാറുണ്ട്. അതിനു വേണ്ടിയാണ് ബാക്ക് ക്രോസ് പ്രയോജനപ്പെടുത്തുന്നത്. എന്നാൽ ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു അൺനോൺ ജീനോടൈപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ടെസ്റ്റ് ക്രോസ്. അതായത് ഹൈബ്രിഡിനെ റിസസീവ് പേരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് അൺനോൺ ആയിട്ടുള്ള ജീനോടൈപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ മോണോഹൈബ്രിഡ് ക്രോസിൽ പഠിച്ചപ്പോൾ സെക്കൻഡ് ഫിലിയൽ ജനറേഷൻ, അതായത് F2 ജനറേഷനിൽ നമുക്ക് കിട്ടിയ പ്ലാന്റ്സിൻ്റെ ജീനോടൈപ്പിൻ്റെ റേഷ്യോ ഇതായിരുന്നു: 1:2:1. അതായത് 4/1 ഭാഗം ക്യാപിറ്റൽ T, 4/2 ക്യാപിറ്റൽ T സ്മോൾ t, എന്നാൽ 4/1 സ്മോൾ t. പക്ഷേ ഈ 4/1, ആദ്യത്തെ 4/1 ക്യാപിറ്റൽ T ആണെങ്കിലും അതുപോലെ തന്നെ രണ്ടാമത്തെ 4/2 ക്യാപിറ്റൽ T സ്മോൾ t ആണെങ്കിലും അവ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ച് രണ്ടും അത് ടാൾ പ്ലാന്റ്സ് ആണ്. പക്ഷേ എങ്ങനെ ഗ്രിഗർ മെൻഡൽ മനസ്സിലാക്കി ഒന്ന് ക്യാപിറ്റൽ ടിയും രണ്ടാമത്തത് ക്യാപിറ്റൽ T സ്മോൾ ടിയുമാണെന്ന്? കാര്യം ഇത് ഉള്ളിലെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനാണ് യഥാർത്ഥത്തിൽ ഗ്രിഗർ മെൻഡൽ പ്രെഡിക്റ്റ് ചെയ്തത്. എങ്ങനെയാണ് അദ്ദേഹത്തിന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്? കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ലത്. അദ്ദേഹം അതിനുവേണ്ടി ചെയ്തത്, ഈ കിട്ടിയ F2 പ്ലാന്റ്സിനെ അതിൻ്റെ റിസസീവ് പേരൻറ്റുമായി ക്രോസ് ചെയ്തു, അതായത് ടെസ്റ്റ് ക്രോസ് ചെയ്തു. ടെസ്റ്റ് ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടിനെ അടിസ്ഥാനമാക്കി അദ്ദേഹം ഉറപ്പിച്ചു അതിൻ്റെ കിട്ടിയ F2 കിട്ടിയ ഹൈബ്രിഡ്സിൻ്റെ ജീനോടൈപ്പ്. അതിന് എക്സാമ്പിളായിട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. താഴെ 2 പുനറ്റ് സ്ക്വയർ കൊടുത്തിട്ടുണ്ട്. 2 പുനറ്റ് സ്ക്വയർ കൊടുത്തിട്ടുള്ളതിൽ ആദ്യത്തതിൽ നമ്മൾ ജീനോടൈപ്പിക് റേഷ്യോയിൽ F2 ജനറേഷൻ്റെ ജീനോടൈപ്പിക് റേഷ്യോയിൽ കിട്ടിയ 4/1 ക്യാപിറ്റൽ T ആയെന്ന് പറഞ്ഞല്ലോ. അതിനെ ആ ഹൈബ്രിഡിനെ നമ്മൾ ഒരു പേരൻ്റായി കൺസിഡർ ചെയ്തു. എന്നിട്ട് അതിൻ്റെ റിസസീവ് പേരൻ്റ്, അവിടുത്തെ റിസസീവ് പേരൻ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ സ്മോൾ t അഥവാ സ്മോൾ t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡാർഫ് പ്ലാന്റ് ആണ്, അതുമായിട്ട് ക്രോസ് ചെയ്തു. അപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് നമുക്കറിയണം, ക്യാപിറ്റൽ Tന്ന് ഇത് ഗ്യാമേറ്റ് ക്യാപിറ്റൽ Tയും അതുപോലുള്ള സ്മോൾ t എന്ന് ഗ്യാമേറ്റ് സ്മോൾ t. അപ്പോൾ കിട്ടുന്ന ഇൻഡിവിജ്വൽസ് നമ്മൾ നോക്കാം, എല്ലാം ഹെറ്ററോസൈഗസാണ്. ക്യാപിറ്റൽ T സ്മോൾ t അങ്ങനെയാണ് ഹെറ്ററോസൈഗസേ കിട്ടുന്നത്. 100% ടാൾ പ്ലാന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ ക്രോസ് ചെയ്ത ഹൈബ്രിഡ് ക്യാപിറ്റൽ T തന്നെയാണ്. അല്ലെങ്കിൽ 100% ടാൾ പ്ലാന്റ് കിട്ടത്തില്ല, അതിലേതെങ്കിലും ഒന്ന് ഡാർക്ക് പ്ലാന്റ് കിട്ടിയേനെ. അപ്പോൾ അങ്ങനെ കിട്ടാത്തിടത്തോളം ഗ്രിഗർ മെൻഡൽ ഫിക്സ് ചെയ്തു. അദ്ദേഹം എടുത്തിരിക്കുന്ന ഹൈബ്രിഡിൻ്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ T തന്നെയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. എന്നാൽ രണ്ടാമത്തെ പുനറ്റ് സ്ക്വയർ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ രണ്ടാമത്തെ പുനറ്റ് സ്ക്വയറിൽ
ഈ 4/2 നമ്മൾ പറഞ്ഞല്ലോ, അത് ടാൾ പ്ലാന്റ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ബൈ അപ്പിയറൻസ് അവയും ടാൾ പ്ലാന്റ് ആയിരിക്കും. നമുക്ക് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് ഗ്രിഗർ മെൻഡൽ ഐഡന്റിഫൈ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ ഒരു ടെസ്റ്റ് ക്രോസ് നടത്തി. ക്യാപിറ്റൽ ടി ആ പ്ലാന്റിനെ എടുത്ത് ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന ആ പ്ലാന്റിനെ എടുത്തിട്ട് അതിൻ്റെ റെസസീവ് പാരൻറ്റുമായിട്ട് ടെസ്റ്റ് ക്രോസ് നടത്തി. ടെസ്റ്റ് ക്രോസ് നടത്തിയപ്പോൾ ഉള്ള റിസൾട്ട് നോക്കാം. കണ്ട 1:1 അനുപാതത്തിൽ ടാൾ പ്ലാന്റും കിട്ടി, ഡാർക്ക് പ്ലാന്റും കിട്ടി. 50% ടാൾ പ്ലാന്റും അതർ 50% ഡാർക്ക് പ്ലാന്റുമാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം 1:1 അനുപാതത്തിൽ ടെസ്റ്റ് ക്രോസ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് ഹെറ്ററോസൈഗസ് ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. അതായത് നമുക്ക് ചുരുക്കി പറഞ്ഞാൽ കിട്ടുന്ന ഹൈബ്രിഡ് ഹോമോസൈഗസ് ആണോ ഹെറ്ററോസൈഗസ് ആണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ടെസ്റ്റ് ക്രോസ് ചെയ്താൽ മതി. ടെസ്റ്റ് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1:1 അനുപാതത്തിലാണ് ഡാർക്ക് പ്ലാന്റും അല്ലെങ്കിൽ ടാൾ പ്ലാന്റും കിട്ടുന്നതെങ്കിൽ അതിനർത്ഥം ഹൈബ്രിഡിൻ്റെ ജീനോടൈപ്പ് ഹെറ്ററോസൈഗസ് ആയിരിക്കും, അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി. അതുപോലെ തന്നെ ടെസ്റ്റ് ക്രോസ് ചെയ്യുമ്പോൾ 100%ഉം ഒരേ തരം പ്ലാന്റാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിച്ച ഹൈബ്രിഡിൻ്റെ ജീനോടൈപ്പ് ഒരിക്കലും ഹെറ്ററോസൈഗസ് ആയിരിക്കില്ല, പകരം ഹോമോസൈഗസ് ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ അൺനോൺ ജീനോടൈപ്പ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ടെസ്റ്റ് ക്രോസ് ഉപയോഗിക്കുന്നത്. അടുത്തത് കൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ്. ഹെറ്ററോസൈഗസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ ആൾറെഡി നമ്മൾ പഠിച്ചതാണ്. 2 അലീൽസ് കാണും. ഒന്ന് ഡോമിനൻ്റ് അലീലായിരിക്കും, രണ്ടാമത്തത് റിസസീവ് അലീലായിരിക്കും. അപ്പോൾ അവിടെ ഡോമിനൻ്റ് അലീൽ മാത്രം എക്സ്പ്രസ് ചെയ്യും, റിസസീവ് അലീൽ ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാറില്ല. ഇവിടെ നമുക്ക് പരിശോധിക്കുവാനുള്ളത് ഡോമിനൻ്റ് അലീൽ എക്സ്പ്രസ് ചെയ്യുന്നത് എന്തുകൊണ്ട്, റിസസീവ് അലീൽ എന്തുകൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ്. ഡോമിനൻ്റ് അലീലിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അൺമോഡിഫൈഡ് ഓർ ഫങ്ഷനിങ് അലീൽ. അത് ഒരു നോർമൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുകയും ആ എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ ഒരു സബ്സ്ട്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ആ ക്യാരക്ടർ അവിടെ എക്സ്പ്രസ് ചെയ്യുന്നു. പക്ഷേ അൺമോഡിഫൈഡ് അലീൽ അഥവാ റിസസീവ് അലീൽ പ്രധാനമായിട്ട് 3 രീതിയിലായിരിക്കും പ്രവർത്തിക്കുക. ചില അലീൽസ് ഈ റിസസീവ് അലീൽസ് നോർമൽ എൻസൈം തന്നെ പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷേ ചിലത് ലെസ് എഫിഷ്യൻ്റ് എൻസൈം ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ മറ്റു ചില അലീൽസ് നോൺ ഫങ്ഷണൽ എൻസൈം ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. എന്നാൽ ചില റിസസീവ് അലീൽസ് യാതൊരുവിധ എൻസൈമും പ്രൊഡ്യൂസ് ചെയ്യാറും ഇല്ല. അപ്പോൾ ഫസ്റ്റ് കേസ് എന്താണ്? ദ റിസസീവ് അലീൽ വിൽ ബി പ്രൊഡ്യൂസിങ് നോർമൽ ഓർ ലെസ് എഫിഷ്യൻ്റ് എൻസൈം. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ റിസസീവ് അലീലും എക്സ്പ്രസ് ചെയ്യും. കാരണം അത് ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ റിസസീവ് അലീലും എക്സ്പ്രസ് ചെയ്യും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന. ഇൻ ഫസ്റ്റ് കേസ് മോഡിഫൈഡ് അലീൽ വിൽ ബി പ്രൊഡ്യൂസ് സെയിം ഫിനോടൈപ്പ് ലൈക്ക് അൺമോഡിഫൈഡ് അലീൽ. ഇറ്റ് ബിക്കം ഡോമിനൻറ്റ്. അതും ഡോമിനൻറ്റ് ക്യാരക്ടറായിട്ട് നിലനിൽക്കും. ഇൻ സെക്കൻഡ് ആൻഡ് തേർഡ് കേസ്, അവിടെ സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ അവിടെ നോൺ ഫങ്ഷണൽ എൻസൈമാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ തേർഡ് കേസ് എന്ന് പറഞ്ഞാൽ എൻസൈം ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. ഇത്തരം സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. ഹെൻസ് ദ മോഡിഫൈഡ് അലീൽ ബിക്കംസ് റിസസീവ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ നോട്ട് എക്സ്പ്രസ് ദ ക്യാരക്ടർ. അവിടെ ക്യാരക്ടർ എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്രസ് ചെയ്യുന്നില്ല. അതിനാവശ്യമായിട്ടുള്ള എൻസൈം ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇനി അബദ്ധവശാൽ പ്രൊഡ്യൂസ് ചെയ്താൽ അത് നോൺ ഫങ്ഷണൽ എൻസൈമും ആയിരിക്കും. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം.